ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറേ മെസ്സേജ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ജൂലൈ ഇൻടേക്കിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചു, ചേച്ചി എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്, എനിക്ക് ടെൻഷൻ ആവുന്നു, എങ്ങനെയായിരിക്കും എന്ന് അറിയത്തില്ല, ഇമിഗ്രേഷനിലൊക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ എനിക്ക് ഇതുവരെ എയർപോർട്ടിൽ അങ്ങനെ എനിക്ക് പരിചയമില്ല എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമോ, എന്താണ് നമ്മൾ എയർപോർട്ടിൽ വന്നിട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാനങ്ങനെ വലിയ ജ്ഞാനിയൊന്നും അല്ലെങ്കിലും ഞാൻ നാട്ടിൽ പോയിട്ട് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങടെ ആണെങ്കിലും എൻ്റെ ആണെങ്കിലും ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു. ഇൻ്റർനാഷണലി എന്നല്ല, ഫസ്റ്റ് ഫ്ലൈറ്റ് തന്നെ ഇന്ത്യ ടു ഓസ്ട്രേലിയ ആയിരുന്നു. പിന്നെ അത് കൂടാണ്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ അല്ലാണ്ട് ഇൻ്റർനാഷണൽ ഫ്ലൈ ചെയ്തിട്ടുണ്ട്. അത് കൂടാണ്ട് ഇപ്പോൾ ഡൊമസ്റ്റിക്കിലാണെങ്കിലും ഞാൻ ഫ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പെർത്തിൽ നിന്ന് മെൽബണിയിട്ട് വന്നു. അപ്പോൾ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട്, ഞാൻ അതിൻ്റെ തിരിച്ചു പറയാം, എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് പിന്നെ ഞാൻ ജസ്റ്റ് അന്വേഷിച്ചു. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് മടിച്ച് നിൽക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. നിങ്ങൾ ഇൻ കേസ് ഒറ്റയ്ക്കാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആരെങ്കിലും ആ ഒരു സെയിം ഫ്ലൈറ്റിൽ വന്ന് അറിയാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തതിൻ്റെ കാര്യം കുറേ പേര് ജൂലൈ ഇൻടേക്കിൽ വരുന്നുണ്ട്. അപ്പോൾ അവർ ആ ഒരു കമ്മ്യൂണിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1600 സ്റ്റുഡൻസിൽ കൂടുതലുണ്ട്. അവരെല്ലാം ഓസ്ട്രേലിയയിലോട്ട് വരാനിരിക്കുന്നവരോ അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യപ്പെടുന്നവരാണ്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് എന്നിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM അയക്കണം. ഇവിടെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ DM അയക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മെയിൻ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ കുറച്ച് പേര് എന്നോട് ചോദിച്ചിരുന്നു ഏത് ഫ്ലൈറ്റ് സെലക്ട് ചെയ്യണമെന്ന്. അതൊക്കെ നിങ്ങളുടെ ഒരു പേഴ്സണൽ ചോയ്സാണ്. ചിലവർക്ക് പൈസ ഉണ്ടെങ്കിൽ പൈസ ഉള്ളത്, ഇപ്പോൾ സിംഗപ്പൂർ എയർലൈൻസ് ഒക്കെ നല്ല ട്രാവലിംഗ് എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ചീപ്പായിട്ടൊരു ഫ്ലൈറ്റ് സെലക്ട് ചെയ്യണതിന് ഞാൻ ഒന്നും അറിയില്ല. അത് തന്നെയാണ് എപ്പോഴും നല്ലത്. ഇപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഇങ്ങനെയുള്ളത് അത്യാവശ്യം നല്ല ചീപ്പായിരുന്നു. പക്ഷേ അങ്ങനെ എടുക്കാൻ നേരത്ത് നിങ്ങൾ വലിയ എക്സ്പെക്റ്റേഷനൊന്നും വെക്കരുത്. നല്ല ട്രാവലിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ വിചാരിക്കരുത്. പക്ഷേ നമുക്ക് പൈസ സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ലേ ഓവർ കൂടുതലാണെങ്കിലും നമുക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റും. അതിന് കുറേ ആപ്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ചീപ്പ് ഫ്ലൈറ്റ്സോ അങ്ങനെ കുറേ വെബ്സൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതൊക്കെയാണ് ചീപ്പായിട്ടുള്ളത്. പിന്നെ കുറച്ച് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യുവാണ്, നേരത്തെ വിസ വരുവാണെങ്കിൽ നമുക്ക് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് ചീപ്പായിട്ട് കിട്ടും. പിന്നെ ഒരിക്കലും വീക്കെൻഡ്സിൽ ബുക്ക് ചെയ്യരുത്. വീക്കെൻഡ്സിൽ എല്ലാവരും ബുക്ക് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ ട്യൂസ്ഡേയ്സ് ആണ് യൂഷ്വലി ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നിടത്ത് ഏറ്റവും ചീപ്പായിട്ടുള്ളത്. അത് സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ നിങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓരോ ഫ്ലൈറ്റിനും ഓരോ പോളിസീസും അല്ലെങ്കിൽ ഓരോ ഇതൊക്കെ റിക്വയർമെൻറ്റ്സ് ഒക്കെയാണോ, അതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കാനായിട്ടും ശ്രദ്ധിക്കുക. പിന്നെ എല്ലാ ഫ്ലൈറ്റിലും നിങ്ങൾ വെബ് ചെക്ക് ഇൻ ചെയ്യണം. അത് 48 മണിക്കൂറിനുള്ളിൽ തന്നെ ചെയ്യണം എന്നതാണ്. ഇപ്പോൾ ഫ്ലൈറ്റ് 26-ാം തീയതി ആണെങ്കിൽ അതിന് 48 മണിക്കൂർ മുന്നേ തന്നെ നിങ്ങൾ വെബ് ചെക്ക് ഇൻ ചെയ്തിരിക്കണം. ആ ഒരു സമയത്ത് ചെയ്യണം എന്നതാണ്. ഓൺലൈൻ വെബ് ചെക്ക് ഇൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു മെയിൽ വരും. നിങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ ഇത് നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ മെയിൽ ഡയറക്റ്റ്ലി വരും. അപ്പോൾ അതിനകത്തൊരു ലിങ്ക് ഉണ്ടാവും. അതിനകത്ത് കയറി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഡീറ്റെയിൽസ് അയച്ചു കൊടുത്താൽ മതി. എനിക്ക് തോന്നുന്ന റെഫറൻസ് നമ്പറോ PNR നമ്പറോ അതൊക്കെ അടിച്ചു കൊടുത്താൽ മതി. അപ്പം തന്നെ വെബ് ചെക്ക് ഇൻ നടക്കും. അതെന്തായാലും ചെയ്തിരിക്കുമെന്ന് ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ അങ്ങനെ പോയിട്ട് കാര്യം ഇല്ല. പിന്നെ എയർപോർട്ടിൽ ഒരു 3 മണിക്കൂറെങ്കിലും മുന്നേ ചെല്ലാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആണെങ്കിൽ അത്ര നേരത്തെ ഒന്നും ചെല്ലണ്ടാവില്ല. പക്ഷേ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആകുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് സെക്യൂരിറ്റി സ്ക്രീനിങ് ആണെങ്കിലും അല്ലാണ്ട് ബോർഡിംഗ് പാസ് എടുക്കണമെങ്കിലും കുറേ കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഡൊമസ്റ്റിക്കിന് ഇല്ല എന്നല്ല. ഡൊമസ്റ്റിക്കിലത് പെട്ടെന്ന് കഴിഞ്ഞു പോകും. ഇൻ്റർനാഷണൽ അത്യാവശ്യം തിരക്കും ഉണ്ടാവും. അതുകൂടാണ്ട് നമുക്ക് വീട്ടുകാരുടെ കൂടെ പോകാൻ നേരത്ത് കരച്ചിലും പിഴിച്ചിലും അതിനൊക്കെ കുറച്ച് സമയം വേണമല്ലോ. അപ്പോൾ അത് കാരണം മിനിമം ആണ് ഞാൻ പറയുന്നത്. മിനിമം 3 മണിക്കൂറെങ്കിലും മുന്നേ ചെല്ലാനായിട്ട് ശ്രദ്ധിക്കുക. ചെന്ന് കഴിയുമ്പോൾ തന്നെ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അറിയായിരിക്കും നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റിൽ ഏത് ടെർമിനലായിരിക്കും ഉണ്ടെന്നുണ്ടാവും. അത് ആ ടെർമിനലിലേക്ക് ചെന്ന് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ ബാഗിൻ്റെ 2 ബാഗിൻ്റെ എത്ര ബാഗുണ്ടോ ആ ബാഗിൻ്റെ ഒക്കെ വെയിറ്റ് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഓരോ ബാഗിനും എത്ര വെയിറ്റാണ് വേണ്ടേ എന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പാക്കിംഗ് വീഡിയോയിൽ ഇൻ കേസ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നതാണ്. അതുകൂടാണ്ട് നിങ്ങളുടെ ലഗേജിൻ്റെ വെയിറ്റ് ഓരോ എയർലൈനിലും ഓരോ പോളിസിയാണ്. നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ അവർക്ക് എക്സ്ട്രാ പൈസ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എത്ര അലൗഡാന്ന് ഓരോ എയർലൈനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഒരാളുടെ ലഗേജ് ആയിരിക്കത്തില്ല മറ്റേ ഒരാളുടെ ലഗേജ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ചെല്ലുമ്പോൾ തന്നെ എയർപോർട്ടിൽ വെയിറ്റ് ചെക്ക് ചെയ്യുന്ന മെഷീൻ ഉണ്ടാകും. അവിടെ പോയി നിങ്ങളുടെ ലഗേജിൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് എത്രയാണോ ലഗേജ്, ഇപ്പോൾ 30 കിലോ ആണുള്ളത്, അതിനകത്ത് 1 കിലോ എങ്കിലും മിനിമം താഴെ ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ചിലവരെന്നോട് പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ നിന്ന് ചെക്ക് ചെയ്തിട്ടാലോ വന്നേ പിന്നെ അവിടെ ചെന്നിട്ട് വെയിറ്റ് ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരോട്, ചില സമയത്ത് എയർപോർട്ടിലെ നമ്മുടെ വെയിങ് മെഷീനിൽ ലഗേജ് ചെക്ക് ചെയ്യാൻ നേരത്ത്
നമ്മുടെ വെയിറ്റ്, അതായത് ലഗേജിൻ്റെ വെയിറ്റ് കൂടിയതുപോലെ ഫീൽ ചെയ്യുന്നു കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട്, ഇൻ കേസ് അപ്പോൾ എന്തെങ്കിലും കൂടുതലോ കുറവോ എങ്ങനെയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ചെല്ലുമ്പോൾ തന്നെ ഞാൻ വെയിറ്റ് ലഗേജിൻ്റെ എല്ലാം ചെക്ക് ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം മെയിൻ എൻട്രൻസിൽ തന്നെ സെക്യൂരിറ്റി ഉണ്ടാവും. സെക്യൂരിറ്റി നിങ്ങളുടെ പാസ്പോർട്ട് നോക്കുന്നു, നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കുന്നു, നിങ്ങളാണോ എന്ന് തന്നെ നോക്കുന്നു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളോട് പറയും അകത്തേട്ട് കയറിപ്പോളും. അകത്ത് കയറിപ്പോയി കഴിയുമ്പോൾ തന്നെ നിങ്ങൾ കാണാൻ പോകുന്നത് കുറേ ഫ്ലൈറ്റ്സിൻ്റെ പേരായിരിക്കും. അതായത് ഇപ്പോൾ സിംഗപ്പൂർ എയർലൈൻസ്, ഇൻഡിഗോ, പിന്നെ എന്തൊക്കെയാണ് ഉള്ളത്, എയർ ഇന്ത്യ, അങ്ങനെ കുറേ ഫ്ലൈറ്റിൻ്റെ പേര് എഴുതി വെച്ചതാണ്. അപ്പം നിങ്ങളുടെ ഫ്ലൈറ്റ് ഏതാണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഫ്ലൈറ്റ് സിംഗപ്പൂർ എയർലൈൻസ് ആണെങ്കിൽ നിങ്ങൾ സിംഗപ്പൂർ എയർലൈൻസ് എഴുതിയേക്കുന്ന ആ ഫ്ലൈറ്റിൻ്റെ സെക്ഷനിലേക്ക് പോകുക. അവിടെ ഒരു ക്യൂ പോലെ ഉണ്ടാവും, അങ്ങോട്ട് ചെല്ലാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ പാസ്പോർട്ടും നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റിന് ഇത് എടുത്തു വയ്ക്കരുത്, നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവണം. അത് അവർ ചോദിക്കും, അവർക്ക് കൊടുക്കുക. അവർ ജസ്റ്റ് അത് നോക്കുന്നു, നിങ്ങളാണോന്ന് നോക്കുന്നു. അവിടെ ഒന്നോടെ നിങ്ങളുടെ ഐഡൻറ്റിഫിക്കേഷൻ നടത്തുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഹാൻഡ് ലഗേജ് സ്കാൻ ചെയ്യും, അല്ലെങ്കിൽ ചെക്ക് ഇൻ ലഗേജ് സ്കാൻ ചെയ്യുന്നതാണ് എൻ്റെ ഒരു ഉറപ്പ്. അത് കഴിയുമ്പോൾ അവർ പറയും ലഗേജിൻ്റെ സെക്ഷനിലോട്ട് പൊക്കോളാൻ പറയും. അപ്പോൾ നിങ്ങൾ ലഗേജിൻ്റെ സെക്ഷനിലോട്ട് പോകുക. അപ്പോൾ അവിടെ നിന്ന് പോകാൻ നേരത്ത് നിങ്ങളുടെ പാസ്പോർട്ടും നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റും തിരിച്ച് മേടിക്കാൻ മറക്കരുത്. ഞാൻ എൻ്റെ പാസ്പോർട്ട് അവിടെ വെച്ചിട്ട് പോകുന്നു, അവരപ്പം തന്നെ കൊണ്ടെത്തുന്നത് വേറെ കാര്യം. ഇപ്പം ചിലപ്പോൾ അവർ തിരക്കാണെങ്കിൽ അങ്ങനെ, നമ്മളെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആകുമ്പോൾ നമ്മൾ ഭയങ്കര നെർവസ് ആയിരിക്കും, അത് നോർമലാണ്. അതുകൊണ്ട് ഞാൻ നെർവസ് ആയിരുന്നു, നിങ്ങളെങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം അതനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അവർ പറയും എങ്ങടെ ഇനി പോകേണ്ടതെന്ന്. ഇൻ കേസ് ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ കാണിച്ചു തരും, അങ്ങോട്ട് പോവുക. അവിടെ ലഗേജിൻ്റെ ഒരു സെക്ഷൻ, നമുക്കൊരു കൗണ്ടർ ഉണ്ടാവും. അവിടെ ചെന്നിട്ട് നമ്മൾ ലഗേജ് ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ലഗേജ് ഡ്രോപ്പ് ചെയ്യുന്നതിന് മുന്നേ അവർ ആസ് യൂഷ്വൽ അവർ നിങ്ങളുടെ പാസ്പോർട്ടും നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റും ഒന്നോടെ നോക്കും. എന്നിട്ട് അവർ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ലഗേജിൻ്റെ വെയിറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് 30 കിലോ പറഞ്ഞെങ്കിൽ 30 കിലോ അല്ലെങ്കിൽ അതിൻ്റെ താഴെ തന്നെ ആയിരിക്കണം ലഗേജ്. എന്നാലാണ് അവർ ആ ലഗേജ് കടത്തി വിടുള്ളൂ. അപ്പോൾ ആ ലഗേജിൻ്റെ വെയിറ്റ് നോക്കിയിട്ട് ഓക്കെ ആണെന്ന് അറിയുവാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ മെയിൻ ലഗേജ്, നിങ്ങളുടെ വലിയ ലഗേജിൻ്റെ ആയിട്ട് പറയുന്നത്, കുഞ്ഞ് ലഗേജ് അല്ലെങ്കിൽ 7 kg അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. പക്ഷെ അവരതിൻ്റെ വെയിറ്റ് നോക്കും. വലിയ ലഗേജിൻ്റെ വെയിറ്റ് നോക്കിയിട്ട് ഓക്കെ ആണെന്ന് തോന്നുവാണെങ്കിൽ അവരിപ്പോൾ 2 വലിയ ലഗേജാണോ ഉള്ളത്, അതിനകത്ത് എല്ലാത്തിലും ലഗേജിൽ ഏതൊക്കെയാണോ അതിനകത്തൊക്കെ അവർ ടാഗ് ഇടും. ഇപ്പോൾ നമ്മുടെ പേരും നമ്മൾ എങ്ങടാ പോണേന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു ടാഗ് ഇട്ടിട്ട് അവർ നമ്മുടെ എയർലൈനിലേക്ക് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ തന്നെയാണ് നിങ്ങൾക്ക് ബോർഡിംഗ് പാസ് കിട്ടുന്നത്. ബോർഡിംഗ് പാസ്സിൽ നിങ്ങൾ ഏത് ഗേറ്റിലോട്ടാണ്, ഫ്ലൈറ്റ് നമ്പറിലെ ഡീറ്റെയിൽസും ബാക്കി എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് ഉണ്ടാവും. അത് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. കാര്യം നമ്മളല്ലെങ്കിൽ ഒരു 100 പ്രാവശ്യം ബോർഡിംഗ് പാസ് കയ്യിലുണ്ടോ എങ്ങാനും ഇനി അത് നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് ബോർഡിംഗ് പാസ് കിട്ടുമ്പോൾ തന്നെ അതിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കാനായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ബോർഡിംഗ് പാസ് തരും. ബോർഡിംഗ് പാസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഉള്ളിൽ ആ ബോർഡിംഗ് പാസ് കയറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോകും. അടുത്ത സെക്ഷനാണ് സെക്യൂരിറ്റി സ്ക്രീനിങ്. ഈ സെക്യൂരിറ്റി സ്ക്രീനിങ്ങിലാണ് നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ ഇലക്ട്രോണിക്സും ബാക്കി സംഭവങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യും. അപ്പോൾ നിങ്ങളോർക്കും ഇനി എങ്ങടാ സെക്യൂരിറ്റി സ്ക്രീനിങ്ങിന് പോകണേന്ന് ഓർക്കുവാണെങ്കിൽ നിങ്ങളുടെ ബോർഡിംഗ് പാസ്സിൽ ഒരു ടെർമിനൽ എഴുതിയിട്ടുണ്ടാവും എങ്ങടാ പോകേണ്ടതെന്ന്. അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് നിങ്ങളുടെ സെക്യൂരിറ്റി സ്ക്രീനിങ് ഉണ്ടാവുക. അപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ മെയിൻ ടെർമിനലിലേക്ക് എത്തണമെങ്കിൽ ഈ സെക്യൂരിറ്റി സ്ക്രീനിങ് കഴിഞ്ഞിട്ടാണ് പറ്റുള്ളൂ. അപ്പോൾ സെക്യൂരിറ്റി സ്ക്രീനിൻ്റെ ഇതിനകത്ത് എൻ്റെ ഒരു ഓർമ്മയിൽ വെച്ചിട്ട് അവിടെ കുറേ ട്രേസ് ഉണ്ടാവും. ആ ഓരോ ട്രേസിലും അവർ ഓരോ സാധനങ്ങൾ വയ്ക്കാൻ പറയും. അപ്പോൾ മെയിനായിട്ടും അവർ ഉദ്ദേശിക്കുന്ന എല്ലാ ഇലക്ട്രോണിക്സ്, നിങ്ങളോട് ഷൂ ഊരാൻ പറയും. ഇലക്ട്രോണിക്സ് ഉണ്ടെങ്കിൽ അത് വയ്ക്കാൻ പറയും. ഇലക്ട്രോണിക്സിൽ എല്ലാ ഇലക്ട്രോണിക്സും ഉണ്ട്. അതുകൂടാണ്ട് ഇപ്പം ഇൻക്ലൂഡിങ് നിങ്ങളുടെ ഫോൺ, നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ബോർഡിംഗ് പാസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അവർ പറയുന്ന ലഗേജ് ഫുള്ള് സെപ്പറേറ്റ് ആക്കി നമ്മൾ വച്ചു കൊടുക്കേണ്ടി വരും. ഇൻക്ലൂഡിങ് വാച്ച് ആയിക്കോട്ടെ, ജാക്കറ്റ്സ് ആയിക്കോട്ടെ, എല്ലാം. അത് നമ്മുടെ കയ്യിൽ ഒരു ബോർഡിംഗ് പാസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാം അവർ ചോദിക്കും. അവർ പറയുന്ന രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് ട്രെയിൽ വെച്ച് കൊടുക്കുക. ട്രെയിൽ വെക്കാൻ നേരത്ത് ആ ട്രേ തന്നെ അത് പൊക്കോളും. എന്നിട്ട് സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതങ്ങോട്ട് പൊക്കോളും. അതെന്തിനാന്ന് വെച്ചാൽ മെറ്റൽ ഡിറ്റക്ടർ ഉണ്ടാവും, അത് വെച്ച് ചെക്ക് ചെയ്യും, സ്കാൻ ചെയ്യുന്നു, ബാക്കി സംഭവങ്ങളൊക്കെ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനത്തെ ഒരു എൻട്രൻസ് ഉണ്ടാവും. അത് നമ്മൾ കടന്നു പോകുന്ന സ്ഥലത്ത് നമ്മുടെ ചെക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരൊരു പോസ് പറയും, എങ്ങനെയാണെന്ന് ഞാൻ ഓർക്കും, ഇങ്ങനെ നിൽക്കാനോ അങ്ങനെ എന്തോ പറയും. അവർ കാണിക്കുന്ന പോലെ അങ്ങ് നിൽക്കുക. അപ്പോൾ അവരൊരു ചെക്കിങ് ചെയ്യും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ മാറി നിന്നിട്ട് എക്സ്ട്രാ ചെക്കിങ് എന്തെങ്കിലും നിങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും തോന്നുവാണെങ്കിൽ എക്സ്ട്രാ ചെക്കിങ് നടത്തും. നിങ്ങൾ പേടിക്കാനൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലൊന്നും ഇല്ലാത്തപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്പുറം സൈഡിട്ട് നിങ്ങളുടെ ചെക്കിങ് കഴിയുമ്പോൾ ഇവിടെ നിന്ന് പോയ നിങ്ങളുടെ ലഗേജിലെ സാധനങ്ങൾ, അതായത് ആ ട്രെയിൽ പോയ ലഗേജിലെ സാധനങ്ങൾ അപ്പുറം വന്നിട്ട് ഇരിപ്പുണ്ടാവും, അത് എടുക്കുക. ചില സമയത്ത് വൈകിയായിരിക്കും അതിനകത്ത് സ്ട്രെസ്സൊന്നും അടിക്കാനില്ല, കാര്യം കുറേ ആളുകൾ വെയിറ്റ് ചെയ്യുന്നെങ്കിലുള്ള സിറ്റുവേഷന്. പിന്നെ
ഇൻ കേസ് അവർ സ്കാൻ ചെയ്തപ്പോൾ എന്തെങ്കിലും ഡൗട്ടുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ അവരത് അപ്പുറ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർ ചോദിക്കുമ്പോൾ ഇത് നിങ്ങളുടെ ആണോ, നിങ്ങളുടെ ആണെങ്കിൽ അവർ ഓപ്പൺ ചെയ്യട്ടെ എന്ന് വെച്ചിട്ട് അവർ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യും. വേറെ ഒന്നുമില്ല. അപ്പോൾ അവിടെ ടെൻഷനൊന്നും അടിക്കാന്നില്ല, വേറെ ഒന്നുമില്ല. അവർ സ്കാൻ ചെയ്തപ്പോൾ അവർക്ക് എന്തോ ഡൗട്ട് തോന്നി, അപ്പോൾ അവർ ഓപ്പൺ ചെയ്തിട്ടൊന്ന് ചോദിക്കുന്നു, നിങ്ങൾ ഓപ്പൺ ചെയ്തോളാൻ പറയുന്നു, അവർ ചെക്ക് ചെയ്യുന്നു, ഒരു കുഴപ്പമില്ലാന്ന് പറയുമ്പോൾ അവർ നിങ്ങളെ പറഞ്ഞു വിടുന്നു. അപ്പോൾ നിങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്ത് ബാഗിട്ട് തിരിച്ചിട്ടിട്ട് ഇനി അവിടെ നിന്ന് നമ്മൾ മെയിൻ ഗേറ്റിലേക്ക് പോകണം. ഏത് ഗേറ്റാണെന്ന് ബോർഡിംഗ് പാസിൽ എഴുതിയിട്ടുണ്ടാവും. ആ ഗേറ്റ് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അവിടെ പോയി എഴുതിക്കുക. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ എന്തെങ്കിലും കുടിക്കണമെങ്കിലോ കഴിക്കണമെങ്കിലോ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. അപ്പോൾ നമുക്ക് വേറെ സ്ട്രെസ് ഉണ്ടാവില്ല. പിന്നെ കുറച്ച് സമയമേ ഉള്ളൂ ബോർഡിങ്ങിലെങ്കിൽ ഞാൻ വേറെ ഒന്നും സജസ്റ്റ് ചെയ്യില്ല, അവിടെ തന്നെ ഫ്രണ്ടിൽ തന്നെ വെയിറ്റ് ചെയ്യാനായിട്ട് പറയും. പിന്നെ വെയിറ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫ്ലൈറ്റ് റിലേറ്റഡ് എന്തെങ്കിലും അനൗൺസ്മെൻറ്റ് കേൾക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനായിട്ട് ശ്രദ്ധിക്കുക. കാര്യം ബോർഡിങ്ങിന് മുന്നേ അവർ അനൗൺസ് ചെയ്യും നമ്മളിപ്പോൾ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ. ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തും നിങ്ങളുടെ കയ്യിൽ പാസ്പോർട്ടും നിങ്ങളുടെ ബോർഡിംഗ് പാസ്സും ഉണ്ടായിരിക്കണം. കാര്യം എൻ്റർ ചെയ്യുന്നതിന് മുന്നേ അവർ ചോദിക്കും, പാസ്പോർട്ടും നമ്മുടെ ബോർഡിംഗ് പാസ്സും ചോദിക്കും. അതിനകത്ത് തന്നെയായിരിക്കും നമ്മുടെ സീറ്റ് നമ്പറും എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ സീറ്റ് നമ്പറിനെ പറ്റി നിങ്ങൾ സ്ട്രെസ് അടിക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഡിപ്പാച്ചർ ഗേറ്റ് വഴി നമ്മുടെ മെയിൻ ഫ്ലൈറ്റിലേക്ക് കയറാം. മെയിൻ ഫ്ലൈറ്റിലേക്ക് കയറി കഴിയുമ്പോൾ തന്നെ അതിനകത്ത് ബോർഡിംഗ് പാസ്സിൽ ടിക്കറ്റ് നമ്പർ ഉണ്ടാവും. അവർ യൂഷ്വലി കാണിച്ചു തരും. 2 സൈഡാണെങ്കിൽ അവർ പറയും, അവർ നിങ്ങളുടെ ബോർഡിംഗ് പാസ് നോക്കിയിട്ട് ടിക്കറ്റ് ഇവിടെയാണ് നിങ്ങളുടെ സീറ്റ് നമ്പർ എന്ന് കാണുമ്പോൾ അവരോട് ആ സൈഡിട്ട് പോകാമെന്ന്. അപ്പം നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങളുടെ സീറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല, ആ ഒരു തിരക്കില്ലെങ്കിൽ നിങ്ങൾ ഒരു ടെൻഷനും അടിക്കേണ്ട, അവർ പറഞ്ഞു തരും. അതിനൊന്നും അവർക്ക് ഒരു കുഴപ്പമില്ല. അതുകൂടാണ്ട് ഇപ്പോൾ നമുക്ക് എയർപോർട്ടിൽ വെച്ചാണെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവിടെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അതിനോർത്ത് നിങ്ങൾ സ്ട്രെസ് അടിക്കേണ്ട കാര്യമില്ല. എല്ലായിടത്തും നിങ്ങൾ സഹായിക്കാനായിട്ട് ആളുകളും ഉണ്ട്. അതായത് കുറേ പേര്, നിങ്ങൾ മാത്രമല്ല കുറേ പേര് ഇങ്ങനെ ഡൗട്ടുള്ളവരുണ്ട്. അപ്പോൾ അതിനോർത്ത് ഒരിക്കലും നിങ്ങൾ സ്ട്രെസ് അടിക്കരുത് എന്ന് ഞാൻ പിന്നെ പറയുന്നു. കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ബോർഡിംഗ് പാസ് നോക്കിയിട്ട് അവർ നമ്മളോട് പറയും ഈ സൈഡിട്ട് പോകും അല്ലെങ്കിൽ ഈ സൈഡിൽ പോകും. യൂഷ്വലി ഇങ്ങനെ 2 സൈഡ് ഉണ്ട്. അപ്പോൾ അവർ പറയും അവരുടെ നിങ്ങളുടെ സീറ്റ് നമ്പർ നോക്കിയിട്ട് ഈ സീറ്റ് അവിടെയാണെങ്കിൽ അവർ അങ്ങോട്ട് പറഞ്ഞോളൂ. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് സീറ്റ് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് ചോദിച്ചാൽ അവർ ഹെൽപ്പ് ചെയ്യാനൊന്നും അവർക്കൊരു കുഴപ്പമില്ല. ഞാൻ പിന്നെ പറയാണ്. അതുകൂടാണ്ട് നിങ്ങൾ മേളിൽ നിങ്ങളുടെ സീറ്റ്, ഇപ്പോൾ ഇത് എൻ്റെ സീറ്റാണ്, എൻ്റെ സീറ്റ് ഇതിങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പം ഇതിൻ്റെ മേളിൽ നമ്മുടെ ലഗേജ് വെക്കുന്ന സ്ഥലമുണ്ടല്ലോ അതിനോട് ചേർന്നായിരിക്കും എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ 12B ആണെന്ന് വെച്ചാൽ അതിനകത്ത് ഇപ്പം 12ABC അങ്ങനെയായിരിക്കും എഴുതിയേക്കുന്നത്. അപ്പോൾ അതിനോർത്ത് നിങ്ങൾ സ്ട്രെസ് അടിക്കേണ്ട കാര്യമില്ല, അവിടെ മേളിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും. പിന്നെന്താ, അതിനകത്ത് കയറി ഇരിക്കുക. ഇരിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ലഗേജ്, നിങ്ങളുടെ 7 kg ലഗേജ് നിങ്ങൾ അതിൻ്റെ മേളിലെടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇൻ കേസ് ലഗേജ് ഭയങ്കര വെയിറ്റ് ആണെങ്കിലും അവർ ഹെൽപ്പ് ചെയ്യും. അവർ ചുമ്മാ വച്ചാൽ മതി, അവർ തന്നെ അടച്ചു. എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ സീറ്റ് ഏതാണോ അതിനകത്ത് കയറിയിരിക്കുക. ഇരുന്ന് കഴിയുമ്പോൾ അനൗൺസ്മെൻറ്റ് ഉണ്ടാവും. അതിന് മുന്നേ നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇടുക. ഇൻ കേസ് നിങ്ങൾക്ക് സീറ്റ് ബെൽറ്റ് ഇടാൻ പറ്റിയില്ലെങ്കിലും അവർ സഹായിക്കും. അവരോട് പറഞ്ഞാൽ മതി എനിക്ക് പറ്റുന്നില്ല എന്ന്. സിമ്പിളാണ്, വേറെ ഒന്നും അറിയാനില്ല, ജസ്റ്റ് കയറ്റിയിട്ടാൽ മതി. ഇൻ കേസ് കാര്യം ആ ഒരു സമയത്ത് നമുക്ക് എന്തൊക്കെ അറിയാൻ മേളത്തെ സ്ട്രെസ് അടിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അത് കാരണമാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക. അത് കഴിയുമ്പോൾ അനൗൺസ്മെൻറ്റ് ഉണ്ടാവും, ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ഫസ്റ്റ് ഫ്ലൈറ്റ് ആകുമ്പോൾ അത് കേൾക്കാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇൻസ്ട്രക്ഷൻ അവരെന്തൊക്കെയാണോ പറയുന്നത് അതൊക്കെ കേൾക്കുക. അത് കഴിഞ്ഞിട്ട് എന്താ നമ്മുടെ യാത്ര തുടങ്ങുക. നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എന്തായാലും ഒരു ഫ്ലൈറ്റ് കൂടി ഉണ്ടാവും. അപ്പോൾ അതിന് മുന്നേ എത്ര മണിക്കൂർ ലേ ഓവർ ആണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾ അവിടെ ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര മണിക്കൂർ ലേ ഓവറെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വാഷ്റൂമൊക്കെ യൂസ് ചെയ്യണം. കുറച്ച് സമയം ഉള്ളെങ്കിൽ പെട്ടെന്ന് പോവുക, അല്ലെങ്കിൽ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ സമയം എടുത്ത് നിങ്ങൾ വാഷ്റൂമൊക്കെ യൂസ് ചെയ്യുക. എന്തെങ്കിലും മേടിക്കണമെങ്കിലോ കഴിക്കണമെങ്കിലോ അതൊക്കെ ചെയ്യുക. ഇപ്പോൾ സിംഗപ്പൂരാണെങ്കിൽ സിംഗപ്പൂരൊക്കെ കാണാൻ എന്നെ രസം. സിംഗപ്പൂർ ഇപ്പോൾ ഞാൻ പറയുന്നത് സിംഗപ്പൂരൊക്കെ ആണെങ്കിൽ കുറേ സമയം ഉണ്ടെങ്കിൽ കാണാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. സിംഗപ്പൂർ എയർപോർട്ടിലാണ് നിങ്ങളുടെ ലേ ഓവറെങ്കിൽ നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ലേ ഓവറിൽ അവിടെ എത്തിക്കഴിയുമ്പോഴും സെയിം പ്രൊസീജിയർ, ഇനി സെക്യൂരിറ്റി സ്കാനിങ് സെയിം പ്രൊസീജിയർ മീൻസ് നിങ്ങളുടെ ആ പാസ്പോർട്ടും ബോർഡിംഗ് പാസ് അവർ ചെക്ക് ചെയ്യുന്നു. അതുകൂടാണ്ട് നിങ്ങളുടെ ലഗേജിൽ എന്തൊക്കെയാണോ നമ്മുടെ ഒരു 7 kg ഉണ്ടായിരുന്നല്ലോ അതിനകത്ത് അവർ സെക്യൂരിറ്റി സ്ക്രീനിങ് ആണ്. നമ്മുടെ ബോഡി ചെക്ക് ചെയ്യുന്നു, നമ്മുടെ സാധനങ്ങൾ ചെക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് നമ്മുടെ ഏതാണോ ഫ്ലൈറ്റ് അതിൻ്റെ മെയിൻ ഗേറ്റിലേക്ക് പോകണം. അവിടെ അത്ര ആണുള്ളൂ. അത് നമ്മൾ ഫ്ലൈറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ തന്നെ നടക്കുന്നൊരു സംഭവമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഫ്ലൈറ്റിൽ കയറി സെയിം പ്രൊസീജിയർ നമ്മുടെ സീറ്റ് നമ്പർ നോക്കുന്നു, നമ്മൾ ഫ്ലൈറ്റിൽ കയറി ഇരുന്നു. ഇവിടെ ലാൻഡ് ചെയ്യണതിന് മുന്നേ അവർ നമുക്ക് ഒരു സംഭവം തരും, ഒരു പേപ്പർ. അത് നിങ്ങൾക്ക് ഞാൻ പാക്കിങ്ങിൻ്റെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ പിന്നെ പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റാണ്. അതാണ് ഇൻകമിങ് പാസഞ്ചർ കാർഡ്. ഒരു പേന നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവാനായിട്ട് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇൻകമിങ് പാസഞ്ചർ കാർഡിൽ ഫ്രണ്ടിൽ യൂഷ്വലി പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങൾ വരാനിരിക്കുന്ന അഡ്രസ്സ്, നിങ്ങളുടെ ഇമെയിൽ ID, നിങ്ങളുടെ ഫോൺ നമ്പർ, എന്തുകൊണ്ടാണ് ഇവിടെ വരുന്നത്, പഠിക്കാനാണോ, എത്ര നാളത്തേക്കാണോ, അങ്ങനെയുള്ള രീതിയിൽ. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിലായിട്ട് ഞാൻ പറയാം കേട്ടോ. അത് കാരണം ഞാൻ ജസ്റ്റ് പറഞ്ഞു വിടുന്നത്. അപ്പുറ സൈഡിലാണ്, അതായത് അതിൻ്റെ പുറം സൈഡിലാണ്
നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് നിങ്ങൾ പാക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നതാണ്. എന്ത് ഐറ്റംസിനും ഡൗട്ട് ഉണ്ടെങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ ടിക്ക് എസ് കൊടുക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ റിസ്ക് ഒന്നുമില്ല. പക്ഷെ നിങ്ങൾ അറിയാണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പണിയാണ്. ഒന്നെങ്കിൽ ജയിലിൽ കിടക്കാം, അല്ലെങ്കിൽ ഫൈൻ അടിക്കാം, അല്ലെങ്കിൽ നാട്ടിൽ തിരിച്ചു വിടാൻ വരെയുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി ഇത്രയും എംഫസൈസ് ചെയ്ത് ഞാൻ പറയുന്ന കാര്യം അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ അതെന്തായാലും ഒന്ന് പരിചയപ്പെടുത്തി വയ്ക്കുക. നിങ്ങൾ ജസ്റ്റ് ഓൺലൈൻ സെർച്ച് ചെയ്താൽ മതി ഇൻകമിംഗ് പാസഞ്ചർ കാർഡ് ഓസ്ട്രേലിയ. അപ്പോൾ അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഇതെല്ലാം കഴിഞ്ഞ് ഓസ്ട്രേലിയയിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഇമിഗ്രേഷൻ്റെ സെക്ഷനായിട്ടാണ്. ഇമിഗ്രേഷൻ്റെ സെക്ഷനിൽ ചെല്ലുന്നിടത്ത് അവർ നിങ്ങളോട് പാസ്പോർട്ടും നിങ്ങളുടെ ഇത് നോക്കും. പാസ്പോർട്ട് നോക്കി കഴിഞ്ഞിട്ട് ബോർഡിംഗ് പാസും ചെക്ക് ചെയ്തിട്ട് ചിലപ്പോൾ അവരെന്തെങ്കിലും ചോദിക്കും, യൂഷ്വലി ചോദിക്കും. ഞാൻ അതിൻ്റെ ഇമിഗ്രേഷൻ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളൊരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ അത് പോയി നോക്കുക. എല്ലാവരോടും അങ്ങനെ വലിയ കുറേ ചോദ്യമൊന്നും ചോദിക്കാറില്ല, എന്നോട് ചോദിച്ചിരുന്നില്ല. പക്ഷെ അവർക്ക് ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് തോന്നില്ല, അവർ ജസ്റ്റ് റാൻഡമായിട്ട് ഡൗട്ട് തോന്നിയിട്ടല്ല, അപ്പോൾ അവർ ജസ്റ്റ് റാൻഡമായിട്ട് എന്തെങ്കിലും ചോദിക്കും. എന്തുകൊണ്ടാണ് വരുന്നത്, അല്ലെങ്കിൽ എന്താണ് പഠിക്കാൻ വരുന്നത്, എത്ര നാളത്തേക്കാണ് നിങ്ങൾ നിൽക്കാൻ പ്ലാൻ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ആ കോഴ്സ് സെലക്ട് ചെയ്തത്. അപ്പോൾ ആ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് കാരണം ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല. ആ ഒരു സെക്ഷനിൽ അവർ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങളുടെ പാസ്പോർട്ടൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സെക്ഷനായിട്ട് പോകും. അടുത്ത സെക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ലഗേജ് എടുക്കുന്നതാണ്. ലഗേജ് ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അവിടെ ആ ലഗേജിൻ്റെ സെക്ഷനായിട്ട് ചെല്ലുക. നിങ്ങളുടെ ലഗേജ് ഏതാണോ ആ ലഗേജ് സെലക്ട് ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ ഈ ലഗേജ് എല്ലാം കൂടി കൊണ്ടിട്ട് നമ്മൾ വേറൊരു മെയിൻ ക്യൂവിലേക്ക് പോകുന്നത്, അതായത് നമ്മൾ എക്സിറ്റിലേക്ക് പോകാൻ നേരത്ത് തന്നെ നമുക്കത് കാണാൻ പറ്റും, അവിടെ ആളുകൾ നിൽക്കുന്നത്. അവിടെ ആ ഒരു സ്ക്രീനിങ് കഴിയാണ്ട് നിങ്ങൾക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാനായിട്ട്, അതായത് നിങ്ങൾക്ക് പുറത്തോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അവിടെ നിന്ന് അവർ നിങ്ങളുടെ പെട്ടി നിങ്ങൾ ക്യൂ നിൽക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അവർ ഇൻകമിംഗ് പാസഞ്ചർ കാർഡ് ചോദിച്ചിട്ട് അവർ ചെക്ക് ചെയ്യും. അവർക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുവാണെങ്കിൽ അവർ കുറച്ച് കൂടുതൽ നേരം ചെക്ക് ചെയ്യും. അതിനകത്തൊന്നും നിങ്ങൾ സ്ട്രെസ് അടിക്കേണ്ട കാര്യമില്ല. ആസ് ലോങ് ആസ് നിങ്ങൾ ജെന്യുവൻ ആണ് എന്നുള്ളതിനകത്ത് നിങ്ങൾ ഒരിക്കലും സ്ട്രെസ് അടിക്കേണ്ട. അവർ റാൻഡമായിട്ട് ചെക്ക് ചെയ്യുന്നതാണ്. ആ ക്യൂവിൽ ചെന്ന് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ലഗേജ് എല്ലാം ഓപ്പൺ ചെയ്ത് അവർ ചെക്ക് ചെയ്യും. ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യൽ മാത്രമല്ല, ഡോഗ് സ്ക്വാഡ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പട്ടി ഇങ്ങനെ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൂടാണ്ട് ബാക്കി എല്ലാ തരത്തിലുള്ള സെക്യൂരിറ്റി ചെക്കിങ്ങും അവർ ചെയ്യും. അത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നതാണ്, നിങ്ങളത് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് കണ്ട് നിങ്ങൾ പേടിക്കരുതല്ലോ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇൻ കേസ് ഒരാൾക്കെങ്കിലും അറിയില്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവർ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യും. അവർക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും പറയുകയാണ്, എന്തെങ്കിലും ഉണ്ടോ, ഫുഡ് ഐറ്റംസ് ഉണ്ടോ എന്ന് വെച്ചാൽ നിങ്ങൾ എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറ്റില്ലാത്ത സംഭവമാണെങ്കിൽ അവരെടുത്ത് കളയും, മാത്രമേ ഉള്ളൂ. പക്ഷേ നോ എന്ന് പറഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ വലിയൊരു സീനായിരിക്കും, വലിയൊരു ചർച്ചയായിരിക്കും. അപ്പോൾ അവർ ചെക്ക് ചെയ്യുന്നു, അവർക്ക് ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വിടുന്നു. ഓക്കെ എല്ലാം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും, ഇത് എന്തുകൊണ്ടാണ് ക്യാരി ചെയ്യുന്നത്, അങ്ങനെ സംഭവങ്ങളൊക്കെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇപ്പം എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നിങ്ങളുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്, ആളുകളുണ്ട് പറഞ്ഞു തരാൻ. അതിനോർത്ത് സ്ട്രെസ് അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എപ്പോഴും പിന്നെ പറയാം, വലിയ ഞാനൊന്നുമില്ല, എനിക്കറിയാവുന്ന രീതിയിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ പറഞ്ഞു തന്നേക്കുന്നത്. പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഈ ചാനൽ 9.3K നിൽക്കുവാണ്. ഒരു 10K ആക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എല്ലാ വീഡിയോയിലും ഞാൻ അവസരം പറയുന്നത് 10K എത്തിക്കാനായിട്ട് നിങ്ങൾ എന്നെ സഹായിക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. വിസ വരാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ വന്നോളും, സ്ട്രെസ് അടിക്കേണ്ട. വിസയുടെ റേഷ്യോ ഒക്കെ കൂടിയിട്ടുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി കാണുന്നവരെ ബൈ ബൈ.